ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സും അതിനോടനുബന്ധിച്ച് വരുന്ന GK ക്വസ്റ്റ്യൻസും നോക്കാം. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. കേരള മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി വി ഗീത ചുമതലയേറ്റു. ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത് ജാംനഗർ, ഗുജറാത്ത്. ഗുജറാത്തിലെ ജാംനഗറിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത്. ഭവനരഹിതരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട് നിർമ്മിച്ചു നൽകുക എന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പദ്ധതി. ഒപ്പം ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള മണ്ഡലം വാമനപുരം. 2025 ജനുവരിയിൽ അപൂർവ നാഡീരോഗമായ ഗില്ലൻ ബാരി സിൻഡ്രോം റിപ്പോർട്ട് ചെയ്തത് പൂനെ, മഹാരാഷ്ട്ര. ഇതിൻ്റെ പേരും ഓർത്തു വച്ചേക്കണം. ഈ രോഗത്തിൻ്റെ പേര് ഓർത്തു വച്ചേക്കണം. എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്നതും ഓർത്തു വച്ചേക്കുക. ഗില്ലൻ ബാരി സിൻഡ്രോം 2025 ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തത് പൂനെയിലെ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാഡിസൺ കീസ്, അമേരിക്കക്കാരിയാണ്. മാഡിസൺ കീസ്. പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ, ഇറ്റലിയാണ്. 2024 പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നറാണ്, ഇറ്റലിയാണ് സ്വദേശം. അടുത്തത് 76ാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് പ്രബാവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ്. പ്രബാവോ സുബിയാന്തോ. 76ാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് പ്രബാവോ സുബിയാന്തോ. അതൊക്കെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ, ഓർത്തു വച്ചേക്കുക. 2024 34ാം വ്യാസ സമ്മാൻ ലഭിച്ചത് സൂര്യബാല, ഉത്തർപ്രദേശ്. 2024 34ാം വ്യാസ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സൂര്യബാല, ഉത്തർപ്രദേശാണ് സ്വദേശം. കൃതി കോൺ ദേശ് കോ വാസി, വേണു കി ഡയറി. ഇപ്പൊ എന്താണ് കൃതി? എന്താണ്? കോൺ ദേശ് കോ വാസി, വേണു കി ഡയറി. ഇതാണ് കൃതി. കൃതിക്കാണ് വ്യാസ സമ്മാൻ ലഭിച്ചത്. 2023 വ്യാസ സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പുഷ്പഭാരതി. പുഷ്പഭാരതിയുടെ കൃതി യാദേൻ ഓർ യാദേൻ. വ്യാസ പുരസ്കാരം നൽകുന്നത് ആരാ? KK ബിർള ഫൗണ്ടേഷൻ. KK ബിർള ഫൗണ്ടേഷനാണ് വ്യാസ പുരസ്കാരം നൽകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തീരദേശ വേടർ പക്ഷികളുടെ സെൻസസ് നടന്നത് ജാംനഗർ. കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് പുരുളിയ, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ 6ാമത്തെ വനനിരീക്ഷണ കേന്ദ്രമാണ് പുരുളിയ, പശ്ചിമ ബംഗാൾ. ജനുവരി 24 ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നു. അതെന്താണ്? ഇന്ദിരാഗാന്ധി അധികാരമേറ്റ ദിനമാണ് ജനുവരി 24. അതാണ് ദേശീയ ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി നമുക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. അപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം ഒരു രീതിയിലെങ്കിലും ചോദിച്ചേക്കും. അന്ന് നല്ലോണം പഠിച്ചു വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്.
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിയായിരിക്കണം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് ഇരിക്കേണ്ടത്. മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി 5 വർഷമോ 70 വയസ്സോ ഏതാണ് മുമ്പേ വരുന്നത് അതായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയും ആദ്യ വനിതയും ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി KG ബാലകൃഷ്ണൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. 1998 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഇരുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയമാണെങ്കിലോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിയായിരിക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് പരീത്-പിള്ള. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പഠന ഗവേഷണങ്ങൾ നടത്തുന്ന ആഗോള സംഘടന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. ലോക മനുഷ്യാവകാശ സംഘടന എന്നറിയപ്പെടുന്നത് ആംനസ്റ്റി ഇന്റർനാഷണൽ. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ. ആരാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ? പീറ്റർ ബെനൻസൺ 1961-ലാണ് സ്ഥാപിച്ചത്. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10-നാണ്. 1948 ഡിസംബർ 10-ന്. മനുഷ്യാവകാശ ദിനം ആചരിക്കാൻ തുടങ്ങിയത് 1950 ഡിസംബർ 10 മുതലാണ്. മനുഷ്യാവകാശത്തിന്റെ മുൻഗാമി 1215-ലെ മാഗ്ന കാർട്ട. മനുഷ്യാവകാശത്തിന്റെ മുൻഗാമി ആരാണ്? 1215-ലെ മാഗ്ന കാർട്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യാവകാശത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു.